ഫ്രണ്ട്സ്, മരുഭൂമിയുടെ ഹൃദയത്തിൽ സൂര്യൻ്റെ ചൂടും പ്രകൃതിയുടെ മധുരവും ചേർന്ന് ജനിക്കുന്ന ഒരു അത്ഭുതമുണ്ട്, ഈന്തപ്പഴം. ആ മധുരത്തിൻ്റെ കഥ അടുത്തറിയാൻ ദോഹയുടെ മനോഹരമായ സായാഹ്നത്തിൽ ഞങ്ങൾ എത്തിയത് ഡേറ്റ്സ് എക്സിബിഷനിലേക്കാണ്. ഒരു ഖത്തറിൻ്റെ മധുര ലോകം ഒരുമിച്ച് കണ്ടറിയാം. സായാഹ്നത്തിൻ്റെ സ്വർണ്ണ വെളിച്ചത്തിൽ പ്രദർശനത്തിലേക്ക് കടന്നപ്പോൾ കണ്ണിൽ ആദ്യം പതിഞ്ഞത് പുതുതായി പറിച്ചെടുത്ത ഫ്രഷ് ഡേറ്റ്സുകളുടെ മനോഹര കാഴ്ചയായിരുന്നു. മഞ്ഞയും ചുവപ്പും സ്വർണ്ണ നിറവുമുള്ള ഈന്തപ്പഴങ്ങൾ ഓരോ സ്റ്റാളിലും ഭംഗിയായി നിരത്തി വച്ചിരിക്കുന്നു. ഈന്തപ്പനയിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്ത ഈ പഴങ്ങൾ കാണുമ്പോൾ തന്നെ പ്രകൃതിയുടെ സമൃദ്ധി അനുഭവിക്കാനായി. ഇവ വെറും പഴങ്ങൾ മാത്രമല്ല, മരുഭൂമിയുടെ മണ്ണും കർഷകരുടെ അധ്വാനവും പ്രകൃതിയുടെ കരുതലും ചേർന്ന് സൃഷ്ടിച്ച മധുരത്തിൻ്റെ ചെറിയ അത്ഭുതങ്ങളാണ്. ഓരോ പഴത്തിനും അതിൻ്റേതായ നിറവും രുചിയും കഥയും ഉണ്ടെന്ന് തോന്നി. വിലയും വളരെ ന്യായമായിരുന്നു. 1 കിലോ ഫ്രഷ് ഡേറ്റ്സിന് ഏകദേശം 10 മുതൽ 20 ഖത്തർ റിയാൽ മാത്രം. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ വിവിധ ഇനത്തിലുള്ള ഡേറ്റ്സുകൾ വാങ്ങുകയും രുചിച്ചു നോക്കുകയും കാണാമായിരുന്നു. ഡേറ്റ്സുകൾ മാത്രമല്ല, ഡേറ്റ്സ് ജ്യൂസുകൾ, കേക്കുകൾ, അച്ചാറുകൾ, സിറപ്പുകൾ, മധുര പലഹാരങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു. ഒരു പ്രത്യേക കാര്യം ഞങ്ങളെ ഏറെ ആകർഷിച്ചത് ഇവിടെ എത്തിയ ആളുകളുടെ ആവേശമായിരുന്നു. കുടുംബങ്ങളായി എത്തി ഡേറ്റ്സിൻ്റെ വിവിധ ഇനങ്ങൾ പരിചയപ്പെടുകയും രുചിച്ചു നോക്കുകയും ഇഷ്ടപ്പെട്ടവ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന കാഴ്ചകൾ എല്ലായിടത്തും കാണാമായിരുന്നു. ഈന്തപ്പഴം ഖത്തറിൽ വെറുമൊരു പഴമല്ല, സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമാണ്. തലമുറകളായി മരുഭൂമിയിലെ ജനങ്ങൾ ജീവിതത്തോടൊപ്പം സഞ്ചരിച്ച ഒരു അനുഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ പ്രദർശനം വിൽപ്പനവേള മാത്രമല്ല, പാരമ്പര്യത്തെയും കൃഷിയെയും ആഘോഷിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ്. അസ്തമയ സൂര്യൻ പതിയെ മറയുമ്പോൾ കയ്യിൽ കുറച്ച് ഫ്രഷ് ഡേറ്റ്സുകളും മനസ്സിൽ ഒരു പിടി മധുര ഓർമ്മകളുമായി ഞങ്ങളും മടങ്ങുകയാണ്. ചില യാത്രകൾ വലിയ കാഴ്ചകൾ കൊണ്ടല്ല മനോഹരമാക്കുന്നത്, ചെറിയ ചെറിയ മധുരങ്ങൾ കൊണ്ടാണ്. ദോഹയിലെ ഈ ഡേറ്റ്സ് എക്സിബിഷൻ അങ്ങനെ ഒരു മധുര ഓർമ്മയായി മനസ്സിൽ എന്നും നിലനിൽക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.